ഭൂമിക്ക് പറയാറുള്ളത് മുഴുവനും ഭൂമി പടച്ച തമ്പുരാന്റെ മുന്നിൽ വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഈ ഭൂമിക്ക് മുകളിൽ എന്ത് അക്രമം കാണിച്ചോ, എന്ത് അനീതി കാണിച്ചോ, എന്ത് തെമ്മാടിത്തരങ്ങൾ കാണിച്ചോ, ആരും അറിയാതെ പട്ടാപാതിരാത്രിയുടെ കുറ്റാസൂര്യത്തിലെ ആര് എന്തെല്ലാം തെറ്റുകളും കുറ്റങ്ങളും അഹങ്കാരങ്ങളും പ്രവർത്തിച്ചുവോ ഇതെല്ലാം പടച്ച തമ്പുരാന്റെ മുന്നിൽ ഭൂമി വിളിച്ചു പറയുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ. അതുകൊണ്ട് തെമ്മാടിത്തരവും അഹങ്കാരവും ഭൂമിക്ക് മുന്നിൽ കാട്ടിക്കൊണ്ട് നടക്കുന്നവരെ, മറ്റൊരിച്ച് മതോന്മത്തരായിട്ട് ഭൂമിക്കുള്ളിൽ അഹങ്കാരത്തോടെ നടക്കുന്നവരെ, നാളെ പടച്ച തമ്പുരാനോട് ഭൂമി നിങ്ങൾ എന്തെല്ലാം തിന്മകൾ ഭൂമിക്കുള്ളിൽ വെച്ച് ചെയ്തിട്ടുണ്ടോ, ഭൂമിക്ക് മുകളിൽ വെച്ച് ചെയ്തിട്ടുണ്ടോ, ആ തിന്മകളെല്ലാം പടച്ച തമ്പുരാന്റെ മുന്നിൽ ഒന്നില്ലാതെ ഒന്നൊഴിയാതെ ഭൂമി ആ പരാതി പറയും, വിളിച്ചു ബോധിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എല്ലാം ഭൂമി പടച്ച തമ്പുരാനോട് വിളിച്ചു പറയും. എല്ലാ കാര്യങ്ങളും ഒന്നൊഴിയാതെ ഒന്നും വിട്ടുപോകാതെ. അതുകൊണ്ടാണ് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയെ സൂക്ഷിച്ചുകൊള്ളുക. ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ മാതാവാ, ഭാരത മാതാവെന്നല്ല അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി പറഞ്ഞത്. ഈ ഭൂമി മൊത്തം നിങ്ങളുടെ മാതാവാണ്, ഭൂമി മുഴുവനും നിങ്ങളുടെ ഉമ്മയാണ്. നിങ്ങളുടെ മാതാവിനെ പോലെ ഈ ഭൂമിയിൽ നിങ്ങൾ നടക്കണേ. മാതാവിന്റെ നെഞ്ചത്ത് നിങ്ങൾ അഹങ്കാരത്തോടെ നടക്കരുത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ സച്ചരിതരായ റഹ്മാനായ തമ്പുരാന്റെ ഉന്നതന്മാരായ ദാസന്മാരാരാണെന്നറിയുമോ? യംശൂന അലൽ അർളി ഹൗലാ, ഭൂമിയിൽ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി മാതാവിന്റെ മാരണത്തിലൂടെ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി നടക്കുന്നവരാണ് അല്ലാഹുവിന്റെ സച്ചരിതരായ ഉത്കൃഷ്ടരായ ദാസന്മാരെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ മഹാനായ മുത്തുനബി പറയുകയാണ്, അതുകൊണ്ട് ഭൂമിയുടെ നെഞ്ചത്തുകൂടി നിങ്ങളുടെ ഉമ്മയുടെ മാരണത്തിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ സമാധാനത്തോടുകൂടി നടക്കണേ, നിങ്ങൾ ക്ഷമയോടുകൂടി നടക്കണേ, നിങ്ങൾ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി നടക്കണമേ. ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. ഉമ്മക്കും, ഭൂമി നിങ്ങളുടെ മാതാവാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ ഈ ഭൂവാസകലം നശിപ്പിക്കും. അപ്പൊ ആകാശം തകർന്നു, ഭൂമിയിലെ പർവ്വതങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിയിട്ട് അന്തരീക്ഷത്തിലൂടെ പൊടിപടലങ്ങളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മാത്രമല്ല ഈ ഭൂ ആസകലം പ്രകമ്പനം കൊണ്ട് ഭൂമിക്കുള്ളിലുള്ള സകല സാധനങ്ങളും ഇങ്ങ് പുറത്തേക്ക് തള്ളി മനുഷ്യൻ അന്ധം വിട്ട് അന്താളിച്ച് ഭൂമിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് സമുദ്രമാണ് ബാക്കിയുള്ളത്. സമുദ്രത്തിന് എന്താ സംഭവിക്കുക എന്നുള്ളതിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അലറിമറിയുന്ന അലമാരകളുള്ള സമുദ്രമുണ്ടല്ലോ. നമ്മൾ ഓരോരുത്തരും കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ റോഡിന്റെ ഓരത്തുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ അലറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന അലമാരകളുള്ള ആ സമുദ്രമുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ബിഹാറു സുജ്ജിറത്. അലറിമറിയുന്ന അലമാരകളുള്ള സമുദ്രം കരകവിഞ്ഞൊഴുകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ സമുദ്രം കരകവിഞ്ഞൊഴുകിയാൽ എന്താ സംഭവിക്കുക? എന്റെ പ്രിയപ്പെട്ടവരെ, സുനാമി വന്നപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ സമുദ്രം ഇങ്ങനെ കരകവിഞ്ഞൊഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം 3 പ്രാവശ്യം ഈ അലറിമറിയുന്ന അലമാരകളുള്ള ആഴിയുണ്ടല്ലോ, സമുദ്രമുണ്ടല്ലോ, അത് പടച്ച തമ്പുരാനോട് വിളിച്ച് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഈ സമുദ്രത്തിന്റെ തീരത്ത് വന്നു കിടന്ന് എത്രയോ പേര് ആരുദാസത് ചെയ്യുന്നത്, എത്രയോ കാമുകന്മാരാണ് സമുദ്രത്തിന്റെ ഓരത്ത് വെട്ടിപ്പിടിച്ച് ആനന്ദ നൃത്തമാണ് പരിസരം പോലും മറന്നുകൊണ്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ചെറുപ്പക്കാരാണ് മദ്യക്കുപ്പിയുമായിട്ട് ആഘോഷിക്കുവാൻ വേണ്ടി പോയിട്ട് മദ്യം ഗ്ലാസിൽ ഒഴിച്ചിട്ട് തിയേറ്റ് വിളിച്ചു കുടിച്ചിട്ട് മുടിമുണ്ടിൽ നിന്നിട്ട് തലയിൽ കെട്ടിയിട്ട് ആനന്ദിച്ച് ആനന്ദ നൃത്തമാടുന്നത്. ഇതെല്ലാം കണ്ടി ആ സമുദ്രത്തിന്റെ ഓരങ്ങളിൽ നടക്കുന്ന മണൽപ്പരപ്പിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ കാണുമ്പോ ആ സമുദ്രം പടച്ച തമ്പുരാനോട് വിളിച്ച് ചോദിക്കുകയാണ്, അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, എന്റെ ഓരത്ത് വന്ന് കിടന്നിട്ട് ഈ സമുദ്രത്തിന്റെ ഓരത്ത് വന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെടാത്ത എത്രയോ തെമ്മാടിത്തരങ്ങളും എത്രയോ ഹരാമായ പ്രവർത്തനങ്ങളുമാണ് പടച്ച തമ്പുരാനെ കാട്ടിക്കൂട്ടുന്നത്. നീ ഒന്ന് അനുവാദം തരുമോ റബ്ബേ, നീ ഒന്ന് അനുമതി തരുമോ റബ്ബേ. ശാരീരികാരികളായ തെമ്മാടികളായ
അല്ലാഹുവേ എന്ന അനുവാദം ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിമന്നിഹി വ കറമിഹി അല്ലാഹുവിന്റെ ഔദാര്യങ്ങളുണ്ട്, അല്ലാഹുവിന്റെ ഔദാര്യങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമുദ്രത്തോട് പറയുകയാണ്, വേണ്ട അവര് കുറച്ച് കാണിച്ചോട്ടെ, അവരെ നീ തകർക്കണ്ട, നീ നശിപ്പിക്കണ്ട എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമുദ്രത്തോട് വിളിച്ചു പറയുന്നത് കൊണ്ടായി സമുദ്രം മനുഷ്യന്റെ മുകളിലേക്ക് പാതി കയറാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, സുനാമി എന്ന് പറയുന്ന ആ ഭീകരമായ ദുരന്തം മനുഷ്യൻ ഇതുവരെ വിട്ടുമാറിയിട്ടില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അലറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന അലമാലകളുള്ള സമുദ്രമുണ്ടല്ലോ, ആ സമുദ്രത്തിന്റെ അലമാലകൾ ഒരു നിമിഷം ഭൂമിയിലേക്ക് ഇങ്ങനെ ആഞ്ഞടിച്ചപ്പോൾ അല്ലാഹു എപ്പോഴും തിരിച്ചു മടങ്ങാൻ പറയാറുള്ള തിരമാലകളോട് ഒരു സെക്കൻഡ് മടങ്ങണ്ട എന്ന് പറഞ്ഞപ്പോൾ ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉന്നതമായ സാമ്പത്തികമായ സംവിധാനങ്ങളിലേക്ക് സമ്പത്തിന്റെ കയറ്റിൽപ്പുറങ്ങളിലൂടെ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ജപ്പാൻകാരെ സുനാമി വന്നാലത് തകർക്കാൻ വേണ്ടി, അതിനെ തടുക്കുവാൻ വേണ്ടി എല്ലാവിധമായ അത്യന്താധുനികമായ സംവിധാനവും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ച ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം എന്തായ പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് അല്ലാഹു തിരമാലയെ തിരിച്ചു വിളിക്കാതെ വന്നപ്പോ ജപ്പാൻകാരുടെ എല്ലാവിധമായ സാമ്പത്തികമായ സംവിധാനങ്ങളെയും തകർത്ത് പരിപൂർണമാക്കി എല്ലാം നട്ടി തുടച്ചു കൊണ്ടുപോയില്ലേ പ്രിയപ്പെട്ടവരെ.